Hi, good morning all. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Okay, let's start with the next question. Already നമ്മളൊരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പ്രോഫിറ്റ് ആൻഡ് ലോസസ് ചെയ്തു. അതിൽ ഓൾമോസ്റ്റ് ഓൾ കുറേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. നമ്മൾ വീണ്ടും എല്ലാവരും അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, പാർട്ട് 4 കാണുന്നവർ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല, ക്ലിയർ ആവില്ല, പറഞ്ഞതൊന്നും ക്ലിയർ ആവില്ല. അപ്പോൾ ഫസ്റ്റ് 1, 2, 3 വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 4 കുറച്ച് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊന്ന് കുറച്ച് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു പാർട്ടിൽ. ഓക്കെ, ഈ പാർട്ട് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് 35 ടൈപ്പ് ക്വസ്റ്റ്യനും ഫ്ലുവൻ്റ് ആയിട്ട് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ടൈം കൺസ്യൂം ചെയ്യാണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ മാർക്ക് നഷ്ടപ്പെടുത്തില്ല. എങ്ങനെ വന്ന് ചോദിച്ചാലും, എത്ര ടഫായിട്ട് ചോദിച്ചാലും, ടെസ്റ്റഡായി ചോദിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്തൊക്കെ എടുത്തു, എന്തൊക്കെ പഠിച്ചു എന്നുള്ളതൊന്ന് നമ്മൾ ഒന്ന് റീകോൾ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കിയതിന് ശേഷം ഈ പാട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ ആണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഇത്രയും ഒരു 19 ക്വസ്റ്റ്യൻസ് ചെയ്തവർക്ക് സുഖമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ക്ലിക്കാവും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഇത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ, മലയാളത്തിലായാലും ഇംഗ്ലീഷിൽ ചെയ്യുന്നവർക്ക് മലയാളത്തിൽ ഈസി ആയിട്ട്, ഇതിലും കൂടുതൽ നമ്മളുടെ ലാംഗ്വേജ് ആണല്ലോ, മദർ ടങ് ആണല്ലോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ RRB ഒക്കെ എഴുതേണ്ടവരാണ്, ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതേണ്ടവരാണ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവാം. ഓക്കെ, അപ്പോൾ ദ കോസ്റ്റ് ഓഫ് 2 ബുക്ക് ഈസ് 840. 2 ബുക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 840 ആണ്. ഇഫ് ബൈ സെല്ലിംഗ് വൺ ഓഫ് എ പ്രോഫിറ്റ് ഓഫ് 16% ആൻഡ് അതർ അറ്റ് എ പ്രോഫിറ്റ് ലോസ് ഓഫ് 12%. അതായത് 2 ബുക്ക് വാങ്ങി, ആ ബുക്കിൽ എൻ്റെ സം എന്ന് പറയുന്നത് 840 രൂപയാണ്. ഓരോ ബുക്കിനും 840 രൂപ വീതം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഈച്ച്. ദ കോസ്റ്റ് ഓഫ് 2 ബുക്ക് ഈസ് 840 ഈച്ച് എന്ന് തന്നിട്ടില്ല, നോട്ട് ഈച്ച്. ഓക്കെ, ആ ഈച്ച് എന്നുള്ള ഭാഗം നമുക്ക് തന്നിട്ടില്ല, നോട്ട് ഈച്ച് എന്ന് പറയാൻ കാരണം, നോട്ട് ഈച്ച് എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ നോട്ട് ഈച്ച് എന്നുള്ള പാട്ടിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഈച്ച് ഓരോന്നിനും 840 രൂപ വീതം എന്ന് പറഞ്ഞിട്ടില്ല. എത്രയാണ്? 2 ബുക്കുകൾ, അതിൻ്റെ സമ്മ 840 ആണ്. ഒന്നിന് ചിലപ്പോൾ 500 ആയിരിക്കാം, മറ്റേതിന് ചിലപ്പോൾ 340 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് അത് കണ്ടുപിടിക്കണം. അൺനോൺ വാല്യൂസ് ആണ്, അതിൻ്റെ സമ്മേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇഫ് ബൈ സെല്ലിംഗ് വൺ ഓഫ് എ പ്രോഫിറ്റ്, ഇത് അയാൾ വാങ്ങിയതാണ്, 2നെ 840 രൂപയ്ക്ക് 2 ബുക്കുകൾ മേടിച്ചു. അതിൻ്റെ ഓരോന്നിൻ്റെയും വില നമുക്കറിയില്ല കേട്ടോ, നോട്ട് ഈച്ച് വാല്യൂ. ഓക്കെ, ഇഫ് ബൈ സെല്ലിംഗ് വൺ ഓഫ് എ പ്രോഫിറ്റ് ഓഫ്, എന്നിട്ട് അയാൾ വിറ്റു. എങ്ങനെയാണ് വിറ്റ്? ഒരു ബുക്കിന് 16% ലാഭത്തിനും രണ്ടാമത്തെ ബുക്ക് 12% നഷ്ടത്തിനുമാണ് വിറ്റത്. ദർ ഈസ് നോ ലോസ് ഓർ ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ. ഓരോ ക്വസ്റ്റ്യനും ഒരു ഹിൻറ്റ് ഉണ്ടായിരിക്കും നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ഹിൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ദർ ഈസ് നോ ലെസ് ഓർ ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ CP = SP. അതല്ലേ? എന്താണ്? കോസ്റ്റ് പ്രൈസ് ഉണ്ട് നമ്മളല്ലേ, നമ്മൾ വാങ്ങിയ വിലയും സെല്ലിംഗ് പ്രൈസും ഉണ്ട്, അത് രണ്ടും ഈക്വലാണ്. അങ്ങനെ ദർ ഇസ് നോ ലോസ് ഓർ ട്രാൻസാക്ഷൻ ഇൻ ദ ലോസ് ഓർ ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനിൽ, കൊടുക്കൽ വാങ്ങലിൽ ഒരു ലാഭവും കിട്ടിയിട്ടില്ല, ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ അതിനർത്ഥം?
വിറ്റ വില ഈസ് ഈക്വൽ ടു വാങ്ങിയ വില അല്ലേ. ദെൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് ബുക്ക് എങ്കിൽ ഈ 2 ബുക്കുകളിലെയും വാങ്ങിയ വില ഒന്ന് കണ്ടുപിടിക്കൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ബുക്ക് 1 ഉണ്ട്, ബുക്ക് 2 ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ബുക്ക് 1 ബുക്ക് 2 എന്ന് എഴുതി. വേഗം എഴുതുക കേട്ടോ, വേഗത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ബുക്ക് 1 പ്ലസ് ബുക്ക് 2 ഇതിൻ്റെ സമയം എത്രയാണെന്നാ പറഞ്ഞത്, 840 രൂപ. 840 രൂപയ്ക്കാണ് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എക്സ്, ഒരു ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് എക്സ് ആയിട്ടും മറ്റേ ബുക്കിൽ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, 840 മൈനസ് എക്സ് അല്ലേ. മനസ്സിലായില്ലേ എന്തുകൊണ്ട് എങ്ങനെ എടുത്തതെന്ന്. ഒരു ബുക്കിൻ്റെ വില എക്സ് ആണെങ്കിൽ ഇതിൻ്റെ സമ്മ 840 ആണ്, 2 ബുക്കുകളുടെ തുക. ഇപ്പം 840 നിന്ന് ആദ്യത്തിൻ്റെ ബുക്കിൻ്റെ വില കുറച്ചാൽ രണ്ടാമത്തെ ബുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 80 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 840. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാവുന്ന അടുത്ത കാര്യം എന്താണെന്നൊക്കെ, എന്ത്, എസ് ബി സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോഡ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞത് 840 ആണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ഇൻറ്റു അതെങ്ങനെയാണ്, കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതണ്ട, കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത് സെല്ലിംഗ് പ്രൈസിന് തുല്യമാണല്ലോ, രണ്ടും തുല്യമാണല്ലോ. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കാണാൻ പോവാണ്. എക്സ് ഇൻറ്റു എത്രയായിരുന്നു, 1 വിറ്റത് 16% പ്രോഫിറ്റിലാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 1/116 116/100 ഇൻറ്റു രണ്ടാമത്തത് വിറ്റത് എങ്ങനെയാണ് വിറ്റത്, രണ്ടാമത്തെ വിറ്റത് എത്ര ശതമാനം നഷ്ടത്തിനാണ്, രണ്ടാമത്തെ ബുക്ക് 840 മൈനസ് എക്സ് ആണ് അല്ലേ. ആ രണ്ടാമത്തെ ബുക്കിൻ്റെ 88 എത്രയാണ്, 12% നഷ്ടത്തിനാണ്. 12% നഷ്ടം എന്ന് പറയുമ്പോൾ 88/100 ഈസ് ഈക്വൽ ടു എത്രയാണ്, 840 അല്ലേ. ഇതെന്താണ് നമ്മൾ കാണുന്നത്, സെല്ലിംഗ് പ്രൈസ് ആണ് കേട്ടോ. സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്താ, ആദ്യത്തെ ബുക്കിൻ്റെ വില ഇൻറ്റു അതിൻ്റെ 116% പ്ലസ് രണ്ടാമത്തെ ബുക്ക് അത് നഷ്ടത്തിന് വിറ്റത് അല്ലേ. അപ്പോൾ എത്രയാ, 88/100 തമ്മിൽ കൂട്ടുമ്പോഴും വിറ്റ വിലയും എത്ര കിട്ടുക, 814 കിട്ടുക. ഇനി നമ്മൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യാം, വേഗത്തിൽ സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ 116x/100 പ്ലസ് ഇതങ്ങനെ തന്നെ ഇട്ടാൽ മതി. എങ്ങനെ ഇടാം, 840 ഇൻറ്റു 88 മൈനസ് 88x ഡിവൈഡഡ് ബൈ 100. is equal to 840. ഇനി ഈ 100നെ നമ്മൾ അങ്ങോട്ട്, ഈ 100 എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും, കോമൺ ആണ് 100 അല്ലേ. അപ്പോൾ ഈ 100നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. 116x പ്ലസ് 840 ഇൻറ്റു 840 ഇൻറ്റു 8x minus 88x is equal to 840 into 100. Okay, 116 minus 88x എത്രയാ, 116 ഒരു 88 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 26x പ്ലസ് 840 into 88 ആണ് കേട്ടോ അവിടെ. 840 into 88 is equal to 840 into 100. ഓക്കെ, ഇനി നമ്മൾ എക്സ് മാത്രം നമ്മൾ ഇവിടെ വയ്ക്കാൻ പോവാണ്. 26x is equal to 8 ആണ് കേട്ടോ അവിടെ. 28x ആണ്, 116 88 ആണ്. അപ്പോൾ 28x is equal to 840 into 100 minus 840 into 88
അല്ലേ? അപ്പോൾ 28x is equal to 840 കോമൺ ആണ്. 840 മൈനസ് ഒരു 840 കോമൺ ആണ്. 100ൽ നിന്ന് ഒരു 88 കുറച്ചാൽ എത്ര കിട്ടുക? 100 മൈനസ് 88 is equal to 12. ഓക്കെ, അപ്പോൾ എക്സ് is equal to 840 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 28. 28 ഇൻറ്റു 8 എത്ര പ്രാവശ്യം? 3 times. എക്സ് is equal to 36. ഓക്കെ, എക്സിൻ്റെ വില നമുക്ക് കിട്ടി. എക്സ് is equal to 360 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഒരു ബുക്കിൻ്റെ വില എത്രയാണെന്ന് കിട്ടി? ബുക്ക് 1ൻ്റെ വില is എക്സ് ആണ്, അത് 360 ആണെന്ന് കിട്ടി. പ്ലസ് എത്രയോ കൂട്ടുമ്പോഴാണ് 840 കിട്ടുക. അപ്പോൾ 840 മൈനസ് 360. 840 മൈനസ് 360 എത്രയാ? നമുക്ക് കിട്ടും 480 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ബുക്കിൻ്റെ വിലയാണ് 480. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വേഗത്തിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. കുറച്ച് ഫാസ്റ്റായിട്ട്. ഓക്കെ, നിങ്ങളും 2 പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം ചെയ്താൽ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ വേഗം ചെയ്തോളൂ. എങ്ങനെ ചെയ്യും? ബുക്ക് 1 പ്ലസ് ബുക്ക് 1 പ്ലസ് ബുക്ക് 1 പ്ലസ് ബുക്ക് 2 is equal to 840. ബുക്ക് 1 840 മൈനസ് എക്സ് is equal to 840. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് തന്നിട്ടുള്ളതാണ് കോസ്റ്റ് പ്രൈസ് is equal to സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് is equal to സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇനി സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവാണ്. സെല്ലിംഗ് പ്രൈസ് is equal to എങ്ങനെയാണ്? എക്സിൻ്റെ 1 വാങ്ങിയ വിലേൻ്റെ 116%. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് 840 മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാ? 88%. എത്ര? 12% നഷ്ടത്തിനാണ് ഇട്ടത്. അപ്പോൾ 840 കിട്ടും. 116 എക്സ് ബൈ 100 പ്ലസ് 840 ഇൻറ്റു 88 ബൈ 100 മൈനസ് 8x ബൈ 100 is equal to 84. നമ്മൾ ഈ 100നെ അങ്ങോട്ട് മാറ്റാണ്. അപ്പോൾ 116 പ്ലസ് 840 ഇൻറ്റു 88 മൈനസ് 88x is equal to 840 ഇൻറ്റു 100. then 116 minus 88 is equal to 28x plus 840 into 88 is equal to 840 into 100. 28x is equal to 840 into 100. this plus ഇങ്ങോട്ട് പോകുമ്പോൾ 8 മൈനസ് ആവും. 840 into 88. 28x is equal to 840 is common taken outside is equal to 100 minus 88. 28x is equal to 840 into 12. then x is equal to 840 into 12 divided by 28. 3 times is equal to 30 into 12 360. x 360 ആണെങ്കിൽ 840 minus x is equal to 360. 840 minus x is equal to 840 minus 360 is equal to 480 rupees. ഓക്കെ, ബുക്ക് 1 is equal to ബുക്ക് 1ൻ്റെ വാങ്ങിയ വില 360. ബുക്ക് 2ൻ്റെ കോസ്റ്റ് പ്രൈസ് is equal to 480. ക്ലിയർ? This is the answer. Okay, then we go to the next question. Okay, a man buys 2 tables for 3120. He sold one of them at a profit of 360% and other at a loss of 15%. He found that each table sold for the same price. What is the loss price of the? ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ
നേരത്തെ പറഞ്ഞത് വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യമായിരുന്നു എന്നാണ്. ഇവിടെ പറഞ്ഞത് അദ്ദേഹം വിറ്റ വില എന്താണ്, വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയ്ക്ക് തുല്യമായിരുന്നു. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞത് ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ദർ ഈസ് നോ ലെസ് ഓർ ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷനിൽ ഗെയിനും ലോസും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് അല്ലേ? വാങ്ങിയ വില ഇസ് ഈക്വൽ ടു വിറ്റ വില. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഹി ഫൗണ്ട് ദാറ്റ് ഈച്ച് ടേബിൾ സോൾഡ് ഫോർ ദി സെയിം പ്രൈസ്. രണ്ട് ടേബിളിൻ്റെയും വിറ്റ വില എന്ന് പറയുന്നത് തുല്യമായിരുന്നു. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ടേബിൾ 1 ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ടേബിൾ 2. അപ്പം നമുക്ക് ഈ ഒരു ഹിന്റ് വെച്ച് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ T1ൻ്റെ വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. T2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 3120 അല്ലേ? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടേബിൾ 1ൻ്റെ വില. അപ്പോൾ ടേബിൾ 2ൻ്റെ വില എന്തായിരിക്കും? 3120 മൈനസ് എക്സ്. രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂസ് കിട്ടി അല്ലേ? ഇനി അയാൾ എങ്ങനെയാ, ഇതിലെന്താ നമുക്ക് തന്നിക്കണ ഹിന്റ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ടേബിൾ 1 ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ടേബിൾ 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ്. ഇത് നമ്മൾ മനസ്സിൽ വെക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ കോസ്റ്റ് പ്രൈസ് കാണുമ്പോൾ നമുക്ക് ഇത് ആവശ്യം വരും. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം, അപ്പോൾ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ്? എക്സിൻ്റെ ഒന്ന് വിറ്റത് 136% പ്രോഫിറ്റില്ല. അപ്പോൾ എക്സ് ഇൻറ്റു 136 ഇൻറ്റു 100 പ്ലസ് എത്രയായിരുന്നു? ഇത് പറഞ്ഞത് കഴിഞ്ഞത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് ഇത് കൂട്ടിയാൽ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തുല്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളതാണ് സെല്ലിംഗ് പ്രൈസും കോഡ് പ്രൈസും കൂട്ടിയിട്ട് അതിൻ്റെ വാല്യൂ 840 ഇട്ടത്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ആരുടെ? ആദ്യത്തെ ബുക്ക് സീക്വൽ ടു സെല്ലിംഗ് പ്രൈസോ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു 136/100 പ്ലസ്, നേരത്തെ പ്ലസ് ഇടാൻ കാരണം എന്തായിരുന്നു? ആദ്യത്തെ ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തുല്യമായിരുന്നു അല്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിച്ചു? കോസ്റ്റ് പ്രൈസ് രണ്ട് ബുക്കുകളുടെ വാങ്ങിയ വില, രണ്ട് ബുക്കുകളിലെ വാങ്ങിയ വില, അതായത് ബുക്ക് 1ഉം ബുക്ക് 2ഉം സം ചെയ്താൽ 840 കിട്ടും. വിറ്റാലും ബുക്ക് 1ഉം ബുക്ക് 2ഉം തമ്മിൽ സം ചെയ്താലും 840 കിട്ടും. അതാണ് നമ്മൾ പ്ലസ് ഇട്ടേ. ഇവിടെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പറഞ്ഞത് വാങ്ങിയ വില ഓഫ് ടേബിൾ 1 ഇസ് ഈക്വൽ ടു വിറ്റ വില ഓഫ് ടേബിൾ 1 ഇസ് ഈക്വൽ ടു വിറ്റ വില ഓഫ് ടേബിൾ 2. അപ്പോൾ നമുക്ക് എന്താ? വിറ്റ വില ഓഫ് ടേബിൾ 1 അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ടേബിൾ 1 എക്സ് ഇൻറ്റു 136/100 ഇസ് ഈക്വൽ ടു എന്തിന് തുല്യമാണ്? എക്സ് അല്ല, സെക്കൻഡ് ടേബിളിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? എക്സ് എന്ന് എടുക്കാൻ പാടില്ല. എക്സ് അല്ല, രണ്ടാമത്തെ വാല്യൂ എത്രയായിരുന്നു? ഈക്വൽ ടു 3120 മൈനസ് എക്സ് അല്ലേ? രണ്ടാമത്തെ ടേബിൾ അത് എത്ര നഷ്ടത്തിനാണ് വിറ്റത്? 15%. അപ്പോൾ എത്രയായിരിക്കും? 8500. മനസ്സിലായോ? ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത് ഇസ് ഈക്വൽ ടു, ഇതാണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഇസ് ഈക്വൽ ടു ഇതിന് തുല്യമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 136x. ഈ 100 രണ്ട് സൈഡിലുള്ളതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 136x ഇസ് ഈക്വൽ ടു 3120 ഇൻറ്റു 85 മൈനസ് 85x. ഓക്കെ, ഇനി നമ്മൾക്ക് എക്സിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. 136x മൈനസ് എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ 85x ഈക്വൽ ടു 3120 ഇൻറ്റു 85. ഇത് ഇൻറ്റു ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇൻറ്റു ചെയ്യാൻ നിന്നാൽ നമ്മളൊരു അരമണിക്കൂർ പോവാണ്. നമുക്ക് അല്ലാണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യാം കേട്ടോ. ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഇങ്ങനത്തെ എക്സാമുകൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യാൻ നിൽക്കരുത്, അല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ 136x പ്ലസ് 85x എന്ന് പറയുമ്പോൾ 221x. 221x is equal to 3120 into 85 ആണ്. അപ്പോൾ x is equal to 3120 into 85 divided by 20.
221. ഇത് നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് 3 + 1 4 2 6 3ൽ പോവും. 3ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. പക്ഷേ ഇവിടെ നോക്കൂ 2 + 2 + 1 5. 5 3ൻ്റെ ഡിവിസിബിൾ അല്ല. 8 + 5 11 3ന് ഡിവിസിബിൾ അല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഡിവിസിബിൾ ആകാൻ നോക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇൻറ്റു ചെയ്യേണ്ട വന്നുകൂടെ അല്ലേ? അപ്പോൾ 312 × 85 ഇൻറ്റു ചെയ്ത് നോക്കുക 6 5. ഓക്കെ, നെക്സ്റ്റ് 1560. ഇവിടെ 6 തന്നെ വരും, 9 വരും, നെക്സ്റ്റ് 24 വരും. അപ്പോൾ 6 12 5 6 2 കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് ഇതിൻ്റെ വാല്യൂ കിട്ടി. ഇതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 200. ഇത്രയും കിട്ടിയ വാല്യൂ അല്ലേ? അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് എത്ര കിട്ടാൻ നമുക്ക് 265 അല്ലേ കിട്ടിയത്? 200 ഡിവൈഡഡ് ബൈ 200 എത്ര കിട്ടും? 200 1 ടൈം 200 1 ടൈമാണ്. അല്ല 200 അല്ല കേട്ടോ, 200 അല്ല, പിന്നെ എന്താണ്? 221 ആണ്. 1 221. ഓക്കെ, റിമൈനിങ് 442. 221 442. ഇവിടെയാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 442 0. ബാക്കി എത്രയുണ്ട്? ഈ 2 ഇവിടേക്ക് ഇറക്കി കിട്ടും. ബാക്കി 0 ആണ്. 0 റിമൈനിങ് 0 നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടി? 312 × 85 ആണ് 265 20 കിട്ടിയത്. അതിന് കൂടെ ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ എത്രയാണ് ആൻസർ? 1200 ആണ് ആൻസർ കിട്ടിയത്. അപ്പോൾ 1200 എക്സ് 1200 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിളിൻ്റെ വില, ഫസ്റ്റ് ടേബിളിൻ്റെ വില 1200 ആണെങ്കിൽ ടേബിൾ 2ൻ്റെ വില 3120 മൈനസ് 1200 ഈക്വൽ ടു 1920. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് 2 ടേബിളിൻ്റെയും വാങ്ങിയ വില. T1 T2 1200 1920 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഈച്ച്, നോട്ട് ഈച്ച്. ഓരോ വസ്തുവിൻ്റെയും വില 2 സാധനങ്ങൾ വാങ്ങിയത് ഓരോന്നിനും 840 രൂപ വീതം ആണ് എന്നാണ് നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രീവിയസ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് പാർട്ടിൽ. പക്ഷെ ഇവിടെ ഓരോന്നിൻ്റെയും വില നമുക്ക് തന്നിട്ടില്ല. 2ൻ്റെയും കൂടിയിട്ടുള്ള സമ്മേ തന്നിട്ടുള്ളൂ. അപ്പോൾ 2ൻ്റെയും വില വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ വില എക്സ് ആയിട്ട് എടുത്തു, മറ്റേതിൻ്റെ വില സം മൈനസ് എക്സ് ആയിട്ട് എടുത്തു. അതാണ് ഇവിടുത്തെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കോൺസിക്യൂട്ടീവ് സെയിൽ. അതായത് ഒരാൾ ഒരു സാധനം വാങ്ങി, എത്രയോ % ലാഭത്തിനാണ് വാങ്ങിയത്. അത് അയാൾ വേറൊരാൾക്ക് വിറ്റു. അയാളത് വേറൊരാൾക്ക് വിറ്റു ഇത്ര %. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വാങ്ങിയ വില? അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് കോൺസിക്യൂട്ടീവ് സെയിൽ എന്ന് പറഞ്ഞാൽ. ഒരാൾ വാങ്ങിയിട്ട് അത് ഇത്ര ശതമാനത്തിന് മറ്റൊരാൾക്ക് വിറ്റു, മറ്റൊരാൾ അത് അത്ര ശതമാനത്തിന് വേറൊരാൾക്ക് വിറ്റു എങ്കിൽ കോസ്റ്റ് പ്രൈസ്, അത് വാങ്ങിയ ആദ്യത്തെ ആൾ വാങ്ങിയ കോസ്റ്റ് പ്രൈസ് എന്ത്? അതാണ് കോൺസിക്യൂട്ടീവ് സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ചെയ്യാൻ പോവാണ്. കോൺസിക്യൂട്ടീവ് സെയിലിലേക്ക് പോവാണ്. മോഹൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ബുക്ക് വിറ്റു. അയാൾ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, വാങ്ങിയിട്ടല്ലേ വിൽക്കുക. ആ വാങ്ങിയ വിലയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടി വരാം കേട്ടോ. അപ്പോൾ അയാൾ ഒരു ബുക്ക് വാങ്ങിയിട്ട് അത് വിറ്റു. ആർക്കാണ് വിറ്റത്? ആര്യനാണ് വിറ്റത്. അറ്റ് എ ഗെയിൻ ഓഫ് 10%, 10% ലാഭത്തിന് വിട്ട്. അപ്പോൾ ഇത് മോഹനാണ്. ആർക്ക് വിറ്റു? ആര്യന് വിറ്റു. മോഹൻ ആര്യന് വിറ്റത് എത്രയാ? എക്സിനാണ് മേടിച്ചത്. എത്ര %നാണ് വിറ്റത്?
100% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 110% വിറ്റു. എന്നിട്ട് ഓക്കെ, ആര്യനാണല്ലോ അത് മേടിച്ചത്. ആര്യൻ അത് ജയന് സെല് ചെയ്തു. വീണ്ടും ജയന് സെല് ചെയ്തത് എത്രയാ? 105% പ്രോഫിറ്റിനാണ്. ഓക്കെ, 5% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 105%. ഇനി ഈ ജയൻ വാങ്ങിയത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഒരാൾ വാങ്ങുമല്ലോ. അതായത് ഇഫ് ജയൻ പേസ്, ജയൻ ആര്യന് കൊടുത്തത് അല്ലേ എത്രയ്ക്കാണ്? 462 രൂപയ്ക്കാണ്. അപ്പോൾ അവസാനം കൊടുത്ത വിറ്റ വിലയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എത്രയാണ്? 462. എങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ബുക്ക്? ഇയാൾ വാങ്ങിയ വില എത്രയാണെന്ന്. ഓക്കെ, ഇതാണ് ഇയാൾ വാങ്ങിയ വില. എക്സ് ആണ് വാങ്ങിയ വില. ഓക്കെ, അപ്പോൾ എക്സിനെ നമ്മൾ CP ആയിട്ട് എടുത്തു. ആ CP 110% ആര്യന് കൊടുത്തു. ആര്യൻ അതിനെ വീണ്ടും വിറ്റു വേറൊരാൾക്ക്. എത്രയ്ക്കാണ്? 105%. അപ്പോൾ കൊടുത്ത വില എന്ന് പറയുന്നത് ഇതാണ്. ജയൻ ആര്യന് കൊടുത്തതെന്ന് പറയുമ്പോൾ വിറ്റ വില അല്ലേ? 462 ആണെങ്കിൽ വാങ്ങിയ വില എത്ര? ഓക്കെ, ഇവിടെ നമുക്കൊരു ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. ഈ ഫോർമുല ഉപയോഗിച്ചാൽ ക്വസ്റ്റ്യൻസിന് ചേഞ്ചസ് വരും. നമ്മൾ ഈ കോൺസിക്യൂട്ടീവ് സെയിൽ വന്നിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് ഫോർമുലയ്ക്ക് മാറ്റം വരുത്തേണ്ടി വരും. ആ ഫോർമുല നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴോ നമ്മൾക്ക് ആൻസർ കിട്ടില്ല, തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫോർമുല യൂസ് ചെയ്യാണ്ട് അത് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങനെയാണ് വാങ്ങിച്ചത് ആണ് എക്സ് കോൾ പ്രൈസ്, മോഹൻ മേടിച്ചത്, അതിൻ്റെ 110%. അപ്പോൾ എക്സിൻ്റെ 110%-നാണ് ആർക്ക് വിറ്റത്? സെല്ലിംഗ് പ്രൈസ് കാണപ്പെടുന്നുണ്ട് അല്ല, ആര്യന് കൊടുത്ത സെല്ലിംഗ് പ്രൈസ്. ഇനി അതിൻ്റെ ഈ കിട്ടിയ പൈസേൻ്റെ 105%-നാണ് ആർക്ക്? ജയന് കൊടുത്തത്. അതെത്രയാ? 462 ആണ്. അവസാനത്തെ വിറ്റ വില 462 ആണ്. വിറ്റ വില കണ്ടുപിടിക്കുകയാണ്. എക്സിൻ്റെ ഇങ്ങനെ കണ്ടാൽ മതി. എക്സ് അതെത്ര കോൺസിക്യൂട്ടീവ് സെല്ലിൽ നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക? എക്സ് അതിന് എത്ര ശതമാനത്തിന് കൊടുത്തു? അത് ഇൻറ്റു ആ റുപ്പീസിൻ്റെ എത്ര ശതമാനത്തിനാണ് കൊടുത്തത്? 105. അതെത്രയാണ്? അവസാനം കൊടുത്ത റുപ്പി അല്ലേ? അവസാനം അയാൾക്ക് കൊടുത്ത പൈസ വിറ്റ വില 462 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 462 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 105. ഓക്കെ, നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കളയാം അല്ലേ? 0 പോയി. ഓക്കെ, ഇത് 51 ടൈംസ് 2, ഇത് 5 ടൈംസ്. ഓക്കെ, ഇനി 51. ഓക്കെ, ഇനി ഇതിൽ 11 ഒരു 4 44 42 ടൈംസ്. ഓക്കെ, then once more ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, എങ്ങനെയാണ്? ഈക്വൽ ടു ഒരു കൺഫ്യൂഷൻ വന്നു, അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 462 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 105. ഓക്കെ, ഇതിൽ ഒരു 5 അല്ലേ? 5 നമ്മൾ 2 കൊണ്ട് നേരത്തെ 5 എത്ര വശം? 21 ടൈംസ്. ഇവിടെ 5 20 ടൈംസ്. ഈ 0 വെട്ടിപ്പോകും. ഓക്കെ, ഇനി 21. ഇനി ഇതിൽ 11 44 11 ഇൻറ്റു 4 44 റിമൈനിങ് 222 2 ടൈംസ്. 21 42 2 തവണ. കണ്ടോ, സിമ്പിളായിട്ട് വെട്ടിപ്പോയി അല്ലേ? ഇനി ബാക്കി എത്രയുള്ളത്? 2 ഇൻറ്റു 2 40 ഇൻറ്റു ഒരു 10 ഉണ്ട് അല്ലേ? അപ്പോൾ 400 കിട്ടി. എക്സ് എത്ര കിട്ടി? 400 കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചു വെക്കുന്നത്? വാങ്ങിയ വില എത്രയാണെന്നല്ലേ ചോദിച്ചു വെക്കുന്നത്? വാങ്ങിയ വില നമ്മൾ കണ്ടുപിടിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 400 റുപ്പീസിന്. അപ്പോൾ ഇങ്ങനെ കോൺസിക്യൂട്ടീവ് സെയിൽ കാണുമ്പോൾ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അധികം ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുമ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ വിടുക. ഇത്രയും ചെയ്താൽ മതി.
വാങ്ങിയ വില എക്സ് ആയിട്ട് എടുക്കുക. എക്സിൻ്റെ എത്ര ശതമാനം, ഇനി അതിൻ്റെ എത്ര ശതമാനമാണ് രണ്ടാമത്തെ ഇത് ഈക്വൽ ടു അവസാനം കൊടുത്തത്. അവസാനത്തെ ആള് ആദ്യത്തെ ആൾക്ക് കൊടുത്ത രൂപയാണ് വിറ്റ വില അല്ലേ. അത് 460 തന്നിട്ടുണ്ട്, അത് നമ്മൾ വിറ്റ് വിലയായിട്ട് എടുത്തു. അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. വെരി സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ് പ്രൈസ് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ജയ സെൽസ് എ സാരി ടു മായ അറ്റ് എ ഗെയിൻ ഓഫ് 17%. അപ്പോൾ ജയ ആർക്കാ കൊടുത്തത്? മായയ്ക്ക് കൊടുത്തു. മായ ആർക്ക് കൊടുത്തു? ദയയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ജയ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് അല്ലേ, വാങ്ങിയ വില എക്സ്. അതിൻ്റെ എത്ര പെർസെൻറ്റേജിനാണ് കൊടുത്തത്? 17% പ്രോഫിറ്റിനാണോ ഗെയിനാണ്? അപ്പോൾ 117% കൊടുത്തു. ഇനി ഈ മായ ദയക്ക് കൊടുത്തതോ? അത് 25% ലോസിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എടുത്തു? 75% ലോസ് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ് എക്സ് ഇൻറ്റു 117/100 ഇൻറ്റു 70/100 ഈക്വൽ ടു 1053. എത്ര രൂപയ്ക്കാണ്? 1053 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 1053 ഇൻറ്റു 117 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ സോറി തെറ്റിപ്പോയല്ലോ, ശ്രദ്ധിച്ച് ചെയ്യാട്ടോ, തെറ്റിപ്പോയി. എന്തുണ്ടായത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1053, ഇവിടെയുള്ളത് 100 മുകളിലോട്ട് വരും അല്ലേ, ഈ 100 മുകളിലോട്ട് വരും. ഡിവൈഡഡ് ബൈ 117 ഇൻറ്റു 75. ഓക്കെ, ഇനി 7 + 2 9. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പോവും. 3 × 3 9. 9 9 റിമൈനിങ് 27 3 9 ടൈംസ്. ഇവിടെ 3 15 5 1. ഓക്കെ, ദെൻ ഇനി 1 3 ഹിയർ 1 1 7. നെക്സ്റ്റ് 13 ഇൻറ്റു 9 9 ടൈംസ് കട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് 75 25 3 4. 3 9 3 ടൈംസ്. ദെൻ ആൻസർ 4 × 3 1200. എക്സ് ഈക്വൽ ടു വാങ്ങിയ വില എത്രയായിട്ട് കിട്ടി? എക്സ് ആയിട്ട് കിട്ടി. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ. കോൺസിക്യൂട്ടീവ് സെയിൽ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇക്വേഷൻസ് ഉപയോഗിക്കാണ്ട് എക്സ് ആയിട്ട് എടുക്കുക, അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജും കാണാം, ലെസ് പെർസെൻറ്റേജും ഇൻറ്റു ചെയ്തിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ വി ഗെറ്റ് ദ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മോർ ഓർ ലെസ്. ഓക്കെ, എന്താണ് മോർ ഓർ ലെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പറയാം. രാഹുൽ സോൾഡ് എ വാച്ച് അറ്റ് എ ഗെയിൻ ഓഫ് 5%. ഓക്കെ, had he sold it for ₹72 more, he would have gained 13%. Find out the cost price of the watch. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓക്കെ, എത്രയാണ്? കോഡ് പ്രൈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അത് ഒരു 13%. അതായത് എത്രയാണ് കോഡ് പ്രൈസ് എന്ന് നമുക്കറിയോ? ഇല്ല. രാഹുൽ സോൾഡ് എ വാച്ച് അറ്റ് എ ഗെയിൻ ഓഫ് 5%. ഒരു 5% എന്തിനാ? പ്രോഫിറ്റിലാണ് വിറ്റത്. ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ എ 72. അപ്പോൾ എത്രയാണ് നമുക്ക് കോഡ് പ്രൈസ് എന്ന് പറയുന്നത്? എക്സ് ഈക്വൽ ടു 100%. അതവിടെ എഴുതി വയ്ക്കുക അല്ലേ. ഇനി സെല് ചെയ്തത് എങ്ങനെയാ? 105%. ആള് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100. ഈ 105ൻ്റെ കൂടെ എത്രയും കൂടി എത്രയോ പെർസെൻറ്റേജിന് കൂട്ടിയെങ്കിൽ എത്രയാണ്?
ഈ എത്രയോ പെർസെൻറ്റേജ് കൂടിയാൽ അയാൾക്ക് 72 രൂപ കൂടുതൽ കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? 105% സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 105% ആണ്. അപ്പോൾ ഈ 105% എന്നുള്ളത് 113% ആയേനെ എങ്കിൽ 113% ആയേനെ എങ്കിൽ എത്രയാ? അയാൾ കൊടുത്ത ആ പൈസേൻ്റെ കൂടെ ഒരു 72 രൂപയും കൂടി കൂട്ടിയെങ്കിൽ 105 പകരം 170. ഓക്കെ, അപ്പോൾ അയാൾ കൊടുത്തത് എത്രയാണ്? 105% SP. അതിൻ്റെ കൂടെ 72 രൂപയും കൂടി കൂട്ടിയിരുന്നെങ്കിൽ 113% ആയേനെ. അപ്പോൾ നമുക്ക് കാണാം, ഇതേ ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 113 നിന്ന് 105 മൈനസ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് കിട്ടും? 105 നിന്ന് 8 അല്ലേ? ഈ 8% ഇസ് ഈക്വൽ ടു എത്രയ്ക്ക് തുല്യമാണ്? 72 റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 8% ഇസ് ഈക്വൽ ടു 72. ദെൻ 1% ഇസ് ഈക്വൽ ടു 72 ബൈ എത്ര? 8 ഇസ് ഈക്വൽ ടു 9 ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ 9 ഇൻറ്റു 100 ആയിരിക്കും എക്സ് ഓർ 100%. അപ്പോൾ 1% is equal to 9, then 100% or x is equal to 900. So cost price is equal to 900. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം, ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എന്താ പറഞ്ഞോളൂ. വളരെ സിമ്പിളാണ്. ഇതേ ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുൽ ഒരു സാധനം വാങ്ങിയ വിലയാണ് CP. എന്നിട്ട് അദ്ദേഹം വിറ്റത് എത്ര പെർസെൻറ്റേജിനാണ്? 105% വിറ്റത്. ഈ 105% കൂടെ എത്രയോ കൂട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് 72 രൂപ കൂട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് 113% ഗെയിൻ ആയിരുന്നേനെ. അതായത് 105% കൂടെ എത്രയോ കൂട്ടിയാൽ അയാൾക്ക് 113% കിട്ടും അല്ലേ? എത്ര ശതമാനം കൂട്ടണം? 8% കൂട്ടണം. 8% എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 72 അല്ലേ? 105% കൂടെ 8% എത്രയാ? ശതമാനത്തിലല്ല നിൽക്കുന്നത്. 72 കൂട്ടിയാൽ 113 ആയേനെ. അപ്പോൾ എത്രയാണെന്ന് മനസ്സിലായത്? 105ഉം 113ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 8%. 8% എത്രയെന്ന് കിട്ടി? 8% ഇസ് ഈക്വൽ ടു 72 ആണെന്ന് കിട്ടിയെങ്കിൽ 1% ഇസ് ഈക്വൽ ടു 9 ആണെന്ന് കിട്ടി. 1% 9 ആണെങ്കിൽ 100% ഓർ എക്സ് ഓർ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 9 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 900. ഓക്കെ, ദിസ് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി വാച്ച്. ഓക്കെ, എന്താണ് അദ്ദേഹം വാങ്ങിയത്? വാച്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 900 റുപ്പീസ്. ഓക്കെ, ക്ലിയർ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതേ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, രമ്യ സെൽസ് എ മാൻ സെൽസ് എ ബുക്ക് അറ്റ് എ ഗെയിൻ ഓഫ് 10%. കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല കേട്ടോ, അയാൾ വിറ്റതാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല. അപ്പോൾ C = X = 100% നമ്മൾ എഴുതി. ഓക്കെ, ഇനി വിറ്റത് എന്തായിരുന്നു? ഹാഡ് ഹി സോൾഡ് ഇറ്റ് അറ്റ് എ ലെസ് ഓഫ് 20%. ബുക്ക് അറ്റ് എ ഗെയിൻ ഓഫ്, അദ്ദേഹം വിറ്റത് സെല്ലിംഗ് പ്രൈസ് ആണ്. വിറ്റത് എത്ര പെർസെൻറ്റേജിലാണ്? 110% വിറ്റു. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താ പറഞ്ഞത്? എ മാൻ സെൽസ് എ ബുക്ക് അറ്റ് എ ഗെയിൻ ഓഫ് 10%. ഓക്കെ, എ മാൻ സെൽസ് എ ബുക്ക് അറ്റ് എ ഗെയിൻ ഓഫ് 10%. അപ്പോൾ CP നമുക്കറിയില്ല, എക്സ് ആണ്. ഇനി അദ്ദേഹം വിറ്റത് എത്രയ്ക്കാണ്? വിറ്റത് 110%. വിറ്റത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ്. ഹാഡ് ഹി സോൾഡ് ഇറ്റ് അറ്റ് ലെസ് ഓഫ് 20%. അതൊരു 80% ആൾ വിൽക്കുന്നതെങ്കിൽ ഇറ്റ് സെല്ലിംഗ് പ്രൈസ് വുഡ് ഹാവ് ബീൻ ₹180 രൂപ ആയേനെ. അപ്പോൾ എന്താണ്? 80% വിറ്റെങ്കിൽ എന്തായേനെ? അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വുഡ് ഹാവ് ബീൻ 180 രൂപ കുറഞ്ഞേനെ. അപ്പോൾ നമുക്ക് കിട്ടി 80ഉം 110ഉം തമ്മിലുള്ള ഡിഫറൻസ് 30 അല്ലേ?
അതായത് 110 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. ഇനി അത് അദ്ദേഹം 80% വിറ്റെങ്കിൽ എന്തായേനെ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 180 കുറഞ്ഞേനെ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, 180 ഈക്വലാണ് എന്ത്? 180. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് 110 ഒരു സാധനം വിറ്റു, അയാൾ 80% വിറ്റിരുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ 180 ആയേനെ. അപ്പോൾ 80ഉം 110ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 180 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? 110 വിറ്റപ്പോൾ അയാൾക്കൊരു വില കിട്ടി, സെല്ലിംഗ് പ്രൈസ്. പക്ഷേ അത് 80 വിറ്റിരുന്നെങ്കിൽ 180 രൂപ കിട്ടിയ വിലയെക്കാണ്ട് കുറഞ്ഞേനെ. അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ 110 80 കുറച്ചാലുള്ള അതാണ് 180 എന്ന് പറയുന്നത്. അപ്പോൾ 1% എങ്ങനെ കണ്ടുപിടിക്കും? 180 ഡിവൈഡഡ് ബൈ 3 അല്ലേ? 6 ആണ് 1% എങ്കിൽ 100% എത്രയാ? 100% ഓർ എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 600. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അയാൾ വിറ്റ വില എത്രയാ? വിറ്റ വില ചോദിച്ചിട്ടില്ല, കോസ്റ്റ് പ്രൈസ് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? വിറ്റ വില 110 അയാൾ വിറ്റത്. 110 വിറ്റതെന്ന് പറയുമ്പോൾ 11 110 × 6 = 660. ഓക്കെ, അപ്പോൾ അയാൾ 80 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11 അല്ലേ 80 രൂപ. 80 രൂപയ്ക്ക് വിറ്റെങ്കിൽ 480 രൂപ. 480 കൂടി 8 160 ആയില്ലേ? ഓക്കെ, അതായത് ഇയാൾ 110% വിറ്റു, 80% വിൽക്കുന്നതെങ്കിൽ എത്രയായിരുന്നു ഇയാളെ വില? 80 × 6 480. എങ്കിൽ 180 രൂപ കുറയായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? കറക്റ്റ് ആയോ? നമുക്ക് ചെയ്ത് നോക്കാം. 180 രൂപയാണോ? 660 കിട്ടി. അതിൽ നിന്ന് 480 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 180. കറക്റ്റ് അല്ലേ? അതായത് അയാൾ 110% വിറ്റെങ്കിൽ അയാൾക്ക് 660 രൂപ കിട്ടിയേനെ. പക്ഷെ അയാൾ 80% വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടുക? അയാൾക്ക് 180 രൂപ കുറവ് കിട്ടുള്ളൂ 660 നിന്നും. ഓക്കെ, കറക്റ്റ് ആയില്ലേ? അപ്പോൾ എത്രയാണ് വാങ്ങിയ വില? വാങ്ങിയ വില എന്ന് പറയുന്നത് 600 ഇനി വിറ്റ വില ചോദിക്കുന്നെങ്കിൽ ആദ്യത്തെ ആൾ വിറ്റത് എത്ര രൂപയ്ക്ക്? 660 കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിൽ നിന്ന് ഏതാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് ആ കിട്ടിയ കൂടുതലായിട്ട് കിട്ടിയതോ കുറഞ്ഞതോ ഉണ്ടാവും അല്ലേ? ഒരു വാല്യൂ ചിലപ്പോൾ കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ കുറഞ്ഞതായിരിക്കും. ആ കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഈ തന്ന പെർസെൻറ്റേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇവിടെ നമ്മളെങ്ങനെ തന്നെ എടുത്തത്, ഇവിടെ 105 കൊടുത്തു, 113 കൊടുത്തു. അതെന്തുകൊണ്ടാണ് ഇവിടെ? ക്ലിയർ ആയില്ലേ? ഈ 115 നിന്ന് 113 നിന്ന് 115 തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? ആ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്ന് പറയുന്ന എമൗണ്ടിന്. അപ്പോൾ എത്രയാണ്? ഒരു 10% ആണെങ്കിൽ 20 കിട്ടി, അല്ലെങ്കിൽ 200 കിട്ടി എങ്കിൽ 1% ഇസ് ഈക്വൽ ടു 200/10 20 കിട്ടി. അപ്പം നമുക്കൊന്ന് അതിൻ്റെ 100% കാണാം. 100% കോസ്റ്റ് പ്രൈസ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇവിടെ ആയാലും നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. നമ്മൾ എടുത്തത് ഒന്ന് അയാൾ വിറ്റത് 110%, അയാൾ 80% കുറച്ച് വിറ്റിരുന്നെങ്കിൽ എന്ന് പറയുന്ന പെർസെൻറ്റേജ് എടുത്തു, അവരുടെ മൈനസ് കണ്ടു. ആ മൈനസ് ഇസ് ഈക്വൽ ടു അവർ നിന്ന് കുറവിന് ഈക്വലാണ്. 180 രൂപ കുറഞ്ഞേനെ, അവിടെയാണെങ്കിൽ കൂടിയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1% കണ്ടുപിടിച്ചു. 1% കണ്ടുപിടിച്ചാൽ 100% ഓർ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ക്ലിയർ ആയില്ല? അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 2% എഴുതുക, അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഈ മൈനസ് ചെയ്യുന്നത് ഈക്വൽ ടു തന്ന ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ലെസ് അല്ലെങ്കിൽ കൂടുതലുണ്ടല്ലോ അതിന് തുല്യമായിരിക്കും എങ്കിൽ 1% കിട്ടും. 1% കിട്ടിയാൽ 100% ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓർ വാങ്ങിയ വില. ക്ലിയർ? ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്കൊരു 26, 7, 28, 29, 30, 31, 32, 33 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതോടുകൂടി നമ്മുടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഇപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് അല്ലേ? അപ്പോൾ ഇനിയുള്ള ഈ 26 തൊട്ട് ഒരു 32 വരെയുള്ള 6 ക്വസ്റ്റ്യൻസോളം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടിലായിട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞു തന്ന പോർഷൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് തുടർന്നും ഈ ഒരു 6 more ക്വസ്റ്റ്യൻസ് കൂടെ കാണണം, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതെന്ത് ചെയ്യുക? ഈ
ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു.